സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? സ്പെസിഫിക് എനർജി കർവ് എന്തായിരുന്നു, അതെങ്ങനെ വരയ്ക്കുന്നത്, അതിൻ്റെ ഓരോ എങ്ങനെയാണ് ഒരു കർവ്സ് ഏതൊക്കെ 3 കർവ്സ് അടിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ആയിരുന്നു നോക്കിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ആൻഡ് സബ് ക്രിട്ടിക്കൽ ഫ്ലോയുടെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് 3 കാര്യങ്ങൾ ഡിറൈവ് ചെയ്യണം. അതായത് ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ വേണം, ക്രിട്ടിക്കൽ വെലോസിറ്റി ആൻഡ് മിനിമം സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത്. സോ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ കേസ് നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡെപ്തിൽ സ്പെസിഫിക് എനർജി എങ്ങനെയായിരിക്കും? മിനിമം ആണോ മാക്സിമം ആണോ? സ്പെസിഫിക് എനർജി മിനിമം ആയിരിക്കും. ഓക്കെ, മിനിമം ആയിരിക്കും. സോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന HC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വരച്ചേക്കുന്ന ഗ്രാഫിൽ ആ പോയിന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിലാണ് സ്പെസിഫിക് എനർജി മിനിമം ആയിട്ട് വരുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിൽ. സോ ഒരു ഫങ്ഷൻ, ഒരു സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ മിനിമം ആവുന്ന കണ്ടീഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഫംഗ്ഷൻ മിനിമം ആവുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുകയാണ്, പണ്ട് മാത്സ് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫംഗ്ഷൻ മിനിമം അല്ലെങ്കിൽ മാക്സിമം ആവുന്നത് അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, അതിന് വേരിയങ് ടേമായിട്ട് ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ആ ടൈമിലായിരിക്കും, ആ കണ്ടീഷനായിട്ടായിരിക്കും മിനിമം അല്ലെങ്കിൽ മാക്സിമം ആവുന്നത്. സോ ഇത് ഈ മിനിമം ആവുന്ന കണ്ടീഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഓർക്കുക, H ആണ് വേരിയങ് ടേമായിട്ട് വരുന്നത് അല്ലേ. സോ DE/DH is equal to 0 ഇക്വേറ്റ് ചെയ്യുക. ദെൻ ഇയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. എന്തായിരുന്നു? ആ ഫിഗർ വരയ്ക്കുന്ന സമയത്ത്, കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയായിരുന്നു. സോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ DH/Hനെ വിത്ത് റെസ്പെക്ട് ടു H ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. പിന്നെ Q²/2G എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റൻ്റ് ആണ്. Q²/2G കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി 1/H² നമ്മൾ എഴുതുന്നത് H⁻⁻² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ X⁻n ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. സോ X⁻n ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കുക. n × X⁻n−1 ആണ്. സോ എന്നിൻ്റെ പ്ലേസിൽ -2 ആണ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 × H⁻2−2 - 1 വരും. അപ്പോൾ അതെന്തായിരിക്കും? H⁻3. ഓക്കെ, സോ H⁻3 എങ്ങനെ നമുക്ക് എഴുതാം? മീൻസ് അഗൈൻ ഈക്വൽ ടു 1/H³. അതുകൊണ്ടാണ് -2 H⁻3യുടെ പ്ലേസിൽ -2 /H³ എന്ന് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. നെഗറ്റീവ് പടി 2 ക്യാൻസൽ ചെയ്യും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ദെൻ അഗൈൻ 1 ഈക്വൽ ടു ഇങ്ങനെ റിലേഷൻ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് H എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. H³ ആദ്യം എന്താണെന്ന് എഴുതുക, H എന്താണെന്ന് എഴുതാം. സോ ഈ ഒരു H is equal to Q²/G⁻1/3 ഈ ഒരു കണ്ടീഷനിലാണ് സ്പെസിഫിക് എനർജി മിനിമം ആവുന്നത്. സോ സ്പെസിഫിക് എനർജി മിനിമം ആവുന്ന ഡെപ്ത് ആണ് H. സോ ആ H നമ്മൾ പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്ത്. സോ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. സോ Q²/G⁻1/3 ആണ്. നിങ്ങൾക്ക് പല ഇക്വേഷൻസ് എഴുതാൻ തോന്നും. ഇപ്പോഴും ഓർത്തിരിക്കുക, Q²/G അടിയിൽ 2G എന്നൊന്നുമില്ല, ജസ്റ്റ് G മാത്രമേ ഉള്ളൂ. ⁻1/3 ആണ്. 1/2 1/6 ഒന്നുമല്ല. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെലോസിറ്റി ഓഫ് ഫ്ലോ അത് ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്തിലുള്ള വെലോസിറ്റിയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്രിട്ടിക്കൽ ഡെപ്തിന് HC എന്നല്ലായിരുന്നു. സോ ഇത് V∪C എന്നാണ് കാര്യം ഓർത്തിരിക്കുക. ഡെറിവേഷൻ എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡിൽ ക്യൂബ് എടുക്കുക. രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുക. ക്യൂബ് ചെയ്യുമ്പോൾ HC³ is equal to Q²/G എന്ന് വരും. അഗെയിൻ GSC³ is equal to Q². ഇനി ഈ ഒരു ഇക്വേഷനുള്ളിൽ Qക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. സോ Q is equal to ക്യാപിറ്റൽ Q/B ആണ്. സോ ക്യാപിറ്റൽ Q/Bയിൽ നിങ്ങൾക്കറിയാം ഡിസ്ചാർജ് is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. സോ ഏരിയ is equal to B × H. ഓക്കെ, B × H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബിയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ബി ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ ബാക്കിയുള്ളത് H⁻V എന്നാണ്. സോ H⁻Vയിൽ നമ്മൾ ജസ്റ്റ് Q ഈ കണ്ടീഷൻ എടുത്തേക്കുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലേ. സോ അതുകൊണ്ട് വിയുടെ Hയുടെ പ്ലേസിൽ സഫിക്സ് C നിങ്ങൾ കൊടുക്കുക. C കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ പോലെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, അതായത് ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ Q is equal to HV എന്നാണ് ഇക്വേഷൻ. HC VC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ജസ്റ്റ് കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും വി സി ഇസ് ഈക്വൽ ടു റൂട്ട് എച്ച് സി. സോ വി സിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക, വി സി ഇസ് ഈക്വൽ ടു റൂട്ട് എച്ച് സി ആണ്. സോ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ക്രിട്ടിക്കൽ ഡെപ്ത് എച്ച് സി ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി റേസ് ടു 1/3യും വി സി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എച്ച് സി. The next one is minimum specific energy in terms of critical depth. ഈ മിനിമം സ്പെസിഫിക് എനർജി ഒക്കർ ചെയ്യുന്ന ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ക്രിട്ടിക്കൽ ഡെപ്തിലാണ്. സോ മിനിമം സ്പെസിഫിക് എനർജിക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം എച്ച് സിയുടെ ടേംസിൽ. സോ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം സാധാരണ പോലെ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ നമുക്കറിയാം ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. സോ ഇയുടെ പ്ലേസിൽ ഈ മിനിമം എന്ന് എഴുതുക, എച്ചിൻ്റെ പ്ലേസിലെല്ലാം എച്ച് സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിക്കോസ് ഈ മിനിമം ആവുന്ന കേസിൽ ഡെപ്ത് എന്താണ്, ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് അല്ലേ. ഇനി ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞൊരു കാര്യം ഒളിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഈ ക്യൂ സ്ക്വയർ ബൈ ജി റേസ് ടു 1/3 എന്താ നമുക്കറിയാം. ക്യൂ സ്ക്വയർ ബൈ ജി റേസ് ടു 1/3 എന്തായിരുന്നു, ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരുന്നു അല്ലേ. സോ ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് സി ക്യൂബാണ്. സോ ക്യൂ സ്ക്വയർ ബൈ ജിയുടെ പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എച്ച് സി ക്യൂബും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ 1/2 എച്ച് സി സ്ക്വയർ ഓൾറെഡി ഉണ്ട്. ഈ ക്യൂ സ്ക്വയർ ബൈ ജിയുടെ പ്ലേസിലാണ് എച്ച് സി ക്യൂബിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ ഒരു എച്ച് സി സ്ക്വയർ ഉണ്ട്, ഇവിടെ എച്ച് സി ക്യൂബ് ഉണ്ട് അല്ലേ. സോ നിങ്ങൾ ബാക്കി വരുന്നത് എച്ച് സി പ്ലസ് എച്ച് സി ബൈ 2 എന്നാണ്. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ മിനിമം ഇസ് ഈക്വൽ ടു 3/2 എച്ച് സി. അപ്പോൾ നമ്മൾ 3 ഇക്വേഷനാണ്, മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചാണ് ഈ മിനിമം ഇസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ചിലവർ ക്രിട്ടിക്കൽ ഡെപ്ത് ഇസ് ഈക്വൽ ടു 2/3 ഈ മിനിമം അങ്ങനെ ഓർത്തിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ മിനിമം ഇസ് ഈക്വൽ ടു 3/2 എച്ച് സി, 3/2 എച്ച് സി. ദ നെക്സ്റ്റ് റിലേറ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ട്. എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ ത്രൂ എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് വിഡ്ത്ത് 5 മീറ്റർ. സോ കണ്ടുപിടിക്കേണ്ടത് സ്പെസിഫിക് എനർജിയാണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഇ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി നോ ദാറ്റ് ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു വാട്ട്, എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. സോ വിഡ്ത്ത് 5 മീറ്റർ, സോ ബി ഇസ് ഈക്വൽ ടു 5 meters. When the discharge is 10 meter cube per second, that is capital Q, and depth of water is 3 meters, that is H is equal to 3 meters. So സാധാരണ പോലെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷനുള്ളിൽ എച്ച് അറിയാം, ജി അറിയാം, പക്ഷെ വി മാത്രം നമുക്കറിയില്ല. Again we know that discharge is equal to area into velocity, and here the velocity is equal to discharge by area. So discharge 10 ആണ്, ഏരിയ എന്താണ്, ബി ഇൻറ്റു എച്ച് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ കിട്ടും. സോ ഈ വിയുടെ വാല്യൂ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എളുപ്പമുള്ളൊരു പ്രോബ്ലം ആണ്. സോ ക്യൂവും ഏരിയ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന റിലേഷൻ ഓർത്തിരിക്കാം. ദ നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ദ വാട്ടർ. സോ ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി of the water flowing through a rectangular channel of width 5 meter when discharge is 15 meter cube per second. So here B is equal to width, B is equal to 5 meters, Q is equal to 15 meter cube per second. So critical depth, critical velocity എന്നൊക്കെ പറയുമ്പോൾ ഓർത്തിരിക്കുക എച്ച് സി ആണ്. എച്ച് സി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എച്ച് സിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക, ക്യൂ സ്ക്വയർ ബൈ ജി റേസ് ടു 1/3 ആണ്. So here first we have to find the value of Q. Again critical velocity is equal to root g hc. So hc calculate ചെയ്ത് കഴിഞ്ഞാൽ critical velocity calculate ചെയ്യാം. സോ ആദ്യമേ തന്നെ critical depth calculate ചെയ്യാൻ വേണ്ടി Q എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. We know that Q is equal to capital Q by B. So Q ഉം B അറിയാം, just small to Q calculate ചെയ്യുക. Then find the value of hc. Then to find the value of critical velocity we have the equation Vc is equal to root g hc. Just substitute the values and find the value of Vc. So ഏറ്റവും നല്ലത് ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ താഴെ ഒരു ലിസ്റ്റ് ചെയ്ത് ചെറിയൊരു ബോക്സിനകത്ത് ഇട്ടോണം. എച്ച് സിയുടെ വാല്യൂ, വി സിയുടെ വാല്യൂ എന്താണെന്ന് എഴുതുക. അപ്പോൾ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റ് കറക്റ്റ് ആണോ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് പ്രോബ്ലം, നമ്മൾ ആദ്യം ചെയ്ത ആദ്യത്തെ രണ്ട് പ്രോബ്ലത്തിൻ്റെ കോമ്പിനേഷൻ ആണ്. പ്ലസ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, മിനിമം സ്പെസിഫിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിമം ഇസ് ഈക്വൽ ടു 3/2 എച്ച് സി ആണ്.
സോ HC കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം മിനിമം സ്പെസിഫിക് എനർജി. So the discharge of water through a rectangular channel of width 8 meter is 15 meter cube per second. So width 8 meter, that is B is equal to 8 meter. And there is discharge at 815. So discharge 15 meter cube per second. When the depth of flow of water is 1.2 meters. Okay. So B is equal to 8, depth. H is equal to 1.2, Q. Capital Q is equal to 15 meter cube per second. നമുക്ക് 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ is specific energy, second critical depth and critical velocity, third one minimum specific energy. So specific energy കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? E is equal to ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ അങ്ങ് എഴുതണം ആദ്യമേ. ഇപ്പം നമുക്ക് H അറിയാം, G അറിയാം, പക്ഷെ V അറിയില്ല. V കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? V is equal to Q by A ആണ് നമുക്കറിയാം. സോ Q ഡിവൈഡ് ബൈ എന്ത് വരും? Q ഡിവൈഡ് ബൈ B ഇൻറ്റു H എന്ന് വരും. സോ Q അറിയാം, B അറിയാം, H അറിയാം. സാധാരണ രീതി നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം പോലെ തന്നെ V എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ V കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഒറ്റയടിക്ക് നമുക്ക് ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഉള്ളൊരു സ്മോൾ q എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്മോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. സ്മോൾ q is equal to ക്യാപിറ്റൽ Q by B അല്ലേ? സോ ക്യാപിറ്റൽ ക്യൂവും ബിയും അറിയാം. സോ സ്മോൾ q എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയിട്ട് ആദ്യമേ അറിയില്ലാത്ത ടേംസ് ആദ്യമേ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്മോൾ ക്യൂവും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക? എച്ച് സി ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ Q²/G⁻⁴ ആണ്. സോ ക്യൂയുടെ പ്ലേസിൽ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നീറ്റായിട്ട് മീറ്റേഴ്സിൽ ആൻസർ ചെയ്താൽ പിന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം VC = √GHc. ഈ കിട്ടുന്ന HC വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യനിലുള്ള H അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, HC ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ മിനിമം സ്പെസിഫിക് എനർജി മിനിമം ഇസ് ഈക്വൽ ടു 3/2 HC ആണ്. HC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.71. സോ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈ മിനിമം. സോ കിട്ടുന്ന വാല്യൂസ് എല്ലാം ആൻസേഴ്സ് എല്ലാം ലാസ്റ്റ് താഴെ നീറ്റായിട്ട് എഴുതി ബോക്സിലേക്ക് ഇട്ട് വെച്ചോളണം. സോ ഇത്ര പ്രോബ്ലംസ് ആണോ ഉള്ളത്. അത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു സ്ലൈഡിൻ്റെ ഉള്ളിൽ ക്രിട്ടിക്കൽ ഫ്ലോ എന്താണ്, സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്താണ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ, ഓൾട്ടർനേറ്റ് ഡെപ്സിൽ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു, അത് ഒന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, പ്രൂവ് ദാറ്റ് ഫോർ ഇൻ ദ കേസ് ഓഫ് rectangular channel at critical depth this fluid number is equal to 1 എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതൊരു 5 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. ദാറ്റ് ഇസ് Q²/G⁻⁴ എന്ന് ഡിറൈവ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വെക്കണം. പിന്നെ ചെറിയൊരു റീഅറേഞ്ച്മെൻ്റ് ആണ്. എന്ത് ചെയ്യുക? ഈ ഒരു റൈറ്റിലുള്ള പോർഷൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? VC / √GHc എന്ന് വരും. പിന്നെ ശരിക്കും നോക്കിയാൽ നമുക്കറിയാം V/√GH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് നമ്പറാണ്. ഓക്കെ, സോ ഇതെന്താണ്? ഈ ലെഫ്റ്റിലുള്ളത് ഫ്ലൂയിഡ് നമ്പറാണ്. ദാറ്റ് ഇസ് ഫ്ലൂയിഡ് നമ്പർ ഇസ് ഈക്വൽ ടു 1. സോ ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോയുടെ കേസിൽ ഫ്ലൂയിഡ് നമ്പർ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ HCയുടെ ഡിറൈവ് ചെയ്ത് VC ഡിറൈവ് ചെയ്തിട്ട് ഇവിടെ വരെയുള്ള സ്റ്റെപ്പ് ചെയ്യണം. നിങ്ങൾ നോട്ടിലുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഗ്രാഫിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ.